ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ഗുരുവചനങ്ങൾ. ഈ സ്ഥൂല പ്രപഞ്ചത്തെ ഇന്ദ്രിയങ്ങളുടെ സഹായത്താൽ കാണുന്നതും അറിയുന്നതും ഞാൻ ശരീരം ആണ് എന്ന ബോധം നാമറിയാതെ തന്നെ നമ്മിൽ നിലനിൽക്കുന്നതിനാലാണ്. അതുപോലെ സൂക്ഷ്മലോകത്തെ അറിയുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ ശരീരബോധത്തിന്റെ പ്രവർത്തികളാൽ നാമറിയാതെ മറയപ്പെട്ടു നിൽക്കുന്ന ആത്മബോധത്തിന്റെ അവസ്ഥയാലാണ്. ആത്മാവും ദേഹവും രണ്ടാണ്. ജീവിതയാത്ര ഒരുമിച്ചുമാണ്. അതു രണ്ടും ഒന്നിച്ചു ചേരുന്ന ജന്മം നൽകുന്ന ഇടമാണ് അമ്മയുടെ ഗർഭസ്ഥാനം. ഗർഭത്തിൽ ശരീരം നൽകുന്നതിനു നിമിത്തമാകുന്നതു അച്ഛനും അമ്മയുമാണെന്നതുപോലെ അർദ്ധനാരീശ്വരനായ പരമാത്മാവ് അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്തു നിലനിന്നു ഗർഭാവസ്ഥയിൽ പിണ്ഡത്തിൽ നൽകുന്നതാണ് ആത്മസ്വരൂപം. ഭക്ഷണം ശരീരത്തിന്റെ ആവശ്യമാണ്. ജ്ഞാനമാകുന്ന ഭക്ഷണം ആത്മാവിന്റെ ആവശ്യവുമാണ്. ഓരോ ദിവസവും ആവശ്യമായ ഭക്ഷണം ശരീരത്തിന്റെ ഊർജത്തെ ഉണർത്തുന്നതുപോലെ ഓരോ ദിവസവും നൽകുന്ന ജ്ഞാനം ആത്മാവിന്റെ ഊർജത്തെയും ഉണർത്തുന്നു. ഇവ രണ്ടും ചേർന്ന ഊർജസങ്കലനത്താൽ ചെയ്യുന്ന കർമ്മങ്ങളത്രയും തനിക്കും ലോകത്തിനും സന്തോഷവും സമാധാനവും നൽകുന്നു. അതിനാൽ ഈശ്വരനെ സദാ ഓർമ്മിക്കണം. ഗുരുദേവന്റെ ജന്മനാ തന്നെ പരമാത്മനിശ്ചിതമായി ആത്മാവിലുദിച്ചുയർന്ന ഊർജം, ആ ശക്തിയാൽ നയിച്ച ശരീരമാണ് നമ്മെ ഈശ്വരനിലേക്കു നയിക്കുവാൻ വിധിച്ച അവതാരമായി ഈ ലോകത്തിനു ലഭിച്ചത്. അറിവിൽ പ്രകാശിച്ചു നിന്ന് വിചാരങ്ങളിലൂടെയും വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും അക്ഷരങ്ങളിലൂടെയും ഗുരു നമ്മെ നയിച്ചു. അതുകൊണ്ട് പരമാത്മയുണർത്തുന്ന ശ്രീനാരായണൻ ഒരു അവതാരപുരുഷനായി മറയാതെ മായാതെ എന്നും മനസ്സുകളിൽ നിലനിൽക്കും. നമസ്തേ.